1 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതന്റെ മുന്നിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദീർഘമായ സ്തുതി. നൽകുന്ന വചനഭാവം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് മാത്രമേ ജീവിത സംതൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോ ഇവിടെ എന്തെല്ലാം നമ്മൾ അധ്വാനിച്ചാലും എന്തെല്ലാം നമ്മൾ നേടിയാലും എത്രത്തോളം നമ്മൾ അതിൽ നിന്നും ഫ്രൂട്ട് ഇപ്പൊ നമുക്ക് ഒരു ദൈവകൃപയാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായാലും നമ്മുടെ നന്മയ്ക്കായാലും അതിന്റെ പൂർണ്ണമായ ഒരു സംതൃപ്തി, ഇപ്പോൾ ആത്മീയ ജീവിതമായാലും ഭൗതിക ജീവിതമായാലും എപ്പോഴും ഒരു ഏറ്റക്കുറിച്ചിൽ പൂർണ്ണമായും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ നടത്തി, ഒരു കല്യാണമോ എന്തെങ്കിലും വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തി, നമ്മൾ ഏറ്റവും കുറെ നാൾക്ക് മുമ്പേ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കാം, അല്ലേ? ആണോ? നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിക്കുന്നതല്ല, അല്ലേ? നമ്മൾ അതിനനുസരിച്ച് ആ പരിപാടിയുടെ തോതനുസരിച്ച് നമ്മൾ അതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പരാതികളൊരു വലിയൊരു ഗണം ഉണ്ടാവും നമുക്ക് ചുറ്റും, അല്ലെ? ചിലപ്പോ ഏറ്റക്കുറച്ചിലുകള്, ഇപ്പൊ എന്താണ്, കണ്ടിട്ട് ചിരിച്ചില്ല, മിണ്ടിയില്ല, സംസാരിച്ചില്ല, അതൊന്നും. പിന്നെ ഭക്ഷണത്തിന് വരുന്ന ഏറ്റക്കുറച്ചിലുകള്, ചിലപ്പോ ഡ്രസ്സിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകള്, ചിലപ്പോ എല്ലാത്തിലും, അല്ലെ? നമ്മളിപ്പോ വിചാരിക്കുന്ന രീതിയിൽ എല്ലാം സൂട്ടബിൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തൃപ്തികരമായ രീതിയിൽ അവസാനിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പല കാര്യങ്ങളും ഏറ്റക്കുറച്ചിൽ. ഇപ്പൊ നമുക്കിപ്പോ ഭൗതിക കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു ആത്മീയമായ ഒരു കാര്യം ചെയ്യുകയാണ്, പക്ഷെ അതിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പൊ പറയും നമ്മൾ പ്രാർത്ഥിച്ചത് കുറഞ്ഞു പോയത് കൊണ്ടാണ്, നമ്മളുടെ പ്രാർത്ഥന കുറച്ചും കൂടി വേണമായിരുന്നു, പ്രാർത്ഥിച്ചെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ നോർമലി ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? പല കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്. യാത്ര പോകുമ്പോൾ ചിലപ്പോ പല കാര്യങ്ങൾക്കും കുറവുകൾ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അല്ലെ? ഞാൻ ഹോളി ലാൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ വേണ്ടി 40 ദിവസത്തോളം ഞാൻ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് കുറവുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ കർത്താവിനോട് ചെറിയ മുറിവുറുപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകാനുള്ള അവസരമേ അന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മള് അധ്വാനിച്ചു, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയി. പക്ഷെ അത് എന്താ പല രീതിയിലും അതിന് ഒരു സംതൃപ്തമായ ഒരു യാത്ര പോലും എനിക്ക് സാധിച്ചില്ല.
അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പല പല കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനായിട്ട് ഉണ്ടാവും അല്ലെ. സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ സംതൃപ്തമായ ഒരു ജീവിതം നമുക്ക് കിട്ടില്ല. ഇപ്പൊ മക്കളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളൊരു സമയത്ത് നോക്കുമ്പോൾ ഒരു അസംതൃപ്തി നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യും, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലേ? ചെയ്യില്ലേ? ആ, നമ്മള് ആത്മീയ കാര്യത്തില് അസംതൃപ്തി ഉണ്ടാവും, ഭൗതിക കാര്യങ്ങളിൽ അസംതൃപ്തി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും. കാരണം അങ്ങനെയാണ് അതിന്റെ കിടപ്പ്, അങ്ങനെയാണ് ദൈവം. അത് കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഒരു പൂർണ്ണമായ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമി വിട്ടു പോകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സംതൃപ്തി കിട്ടുന്നത്. കാരണം ഇവിടത്തെ അസംതൃപ്തി നമുക്ക് പൂർണ്ണമായ സംതൃപ്തിയിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് പല നഷ്ടങ്ങൾ ഉണ്ടായത് വലിയൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് തോന്നുന്നു. ചിലപ്പോ ചില മനുഷ്യർ ഒരുപാട് ഈ ഭൂമിയിൽ കിടന്ന് സഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു എന്താണ് കൊലപാതകം നടന്നായിരുന്നു. ഇപ്പോഴൊന്നുമല്ല, ഒരു 10 വർഷത്തിന് മുമ്പ്. അത് ശരിക്കും പറഞ്ഞാൽ അത് സാധ്യമാകേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ ഒരുപാട് ക്ഷമിച്ചു. ഭാര്യ ഒരു അവിഹിത ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഈ മനുഷ്യൻ ഗതികേട് കൊണ്ട് ആ സ്ത്രീയെ വെട്ടിക്കൊന്നു. അങ്ങനെ കൊന്ന അവസാനം ഇപ്പൊ ഇന്നലെ ഒരു വിധിയൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ ഇന്നലെ മുഴുവൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന. അപ്പൊ എനിക്ക് ഇന്നലെ ഭയങ്കര സങ്കടമായിരുന്നു. കർത്താവേ, ഞാനിപ്പോ വിധി കേൾക്കാൻ വേണ്ടി എന്താണ് വിധി കേൾക്കാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓരോ സമയം ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പം ഞാനിങ്ങനെ വിളിച്ച് അവസാനം പള്ളിയിൽ പോകാൻ നേരമായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജീവപര്യന്തമാണ്, കീഴ്ക്കോടതിയാണ് ശിക്ഷിച്ചേക്കണത്. അതാണ് ഒരു ആശ്വാസം. അപ്പം അവര് ഇതിന്റെ മുകളിലുള്ള കോടതിക്ക് അപ്ലൈ ചെയ്യാം. എങ്കിലും കീഴ്ക്കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്രയും നാള് ജാമ്യത്തിലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ അത്യാവശ്യം ഒരു നല്ലൊരു മനുഷ്യനാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഭൂമിയിൽ വെച്ച് ഈ മനുഷ്യൻ കുടുംബത്തോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു നിഷേധാത്മകമായ ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അപ്പൊ ഒരു നിഷേധാത്മകമായ ചിന്തയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. എങ്കിലും ഞാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പുമാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും നമുക്ക് അടുത്തൊരു പരിചയമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഇന്നലെ മുഴുവനും ഞാൻ പകൽ മുഴുവൻ ആ മനുഷ്യനോട്. അപ്പൊ ഞാൻ ഇന്നലെ കുർബാന 5:30 കുർബാന കൂടിയപ്പോ ഞാൻ ഇങ്ങനെ കുർബാന സ്വീകരിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര കരച്ചിൽ തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവ് എന്ത് പണിയാ കാണിച്ചത്. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട്, സാധാരണ ഇത്രയൊന്നും പ്രാർത്ഥിക്കാറില്ല ഒരു വ്യക്തിക്ക് വേണ്ടി. ഇത്രയും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ മറന്നു പോകും പക്ഷെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർക്കുമ്പോ കരുണയുടെ ജപമാല, ആ ജപമാല, ഈ ജപമാല, നന്മ നിറഞ്ഞ വായി തോന്നുന്ന എല്ലാ പ്രാർത്ഥനയും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കുറെ പ്രാർത്ഥിച്ചു. പക്ഷെ വിധി കേട്ടപ്പോ ഞാൻ ഞെട്ടിയും പോയി. ഭയങ്കര വിഷമത്തോടെയാണ് കുർബാനയ്ക്ക് പോയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് ഇപ്പൊ ഭൂമിയിൽ തന്നെ ഉണ്ടെങ്കിലും മനുഷ്യന് കുടുംബജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, ഇനിയും ഈ ജയിലിൽ കിടന്ന് ഇനിയും എത്ര നാൾ ഇങ്ങനെ വേദനിക്കും, ഇല്ലെങ്കിൽ മനുഷ്യനെ വേഗം തിരിച്ചു വിളിക്കും. അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന വേദന എല്ലാം ആ മനുഷ്യൻ ചിലപ്പോൾ ദൈവത്തിനെതിരെ ചെയ്തു പോയതും ആത്മാവിനെതിരെ ചെയ്തു പോയതും സമൂഹത്തിനെതിരെ ചെയ്തു പോയതുമായ ഒരുപാട് പാപകടങ്ങളുണ്ടല്ലോ. അതുവഴി നമ്മൾ കർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മനുഷ്യനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞിങ്ങനെ. പക്ഷെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ കുറെ ക്രോസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കർത്താവിന്റെ ഹിതം പോലെ നടക്കും അത്. അപ്പം എത്ര നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചാലും നമുക്ക് വരാനിരിക്കുന്ന അത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ ചില ജീവിതങ്ങൾ അങ്ങനെ തന്നെ മാറുള്ളൂ. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ ഒരു സമയമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, എന്തായാലും മനുഷ്യൻ മരിക്കുമല്ലോ, മരിക്കുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് എടുത്തേക്കണം. ഇത്രയും വിഷമങ്ങളും ബുദ്ധിമുട്ടും. കാരണം മകളാണെങ്കിൽ ഈ ഒരു കേസ് ഇത്രയും ദുർഘടമായ ഒരു അവസ്ഥയിൽ, എന്നിട്ട് ഒറ്റ മോളേ ഉള്ളൂ. എന്നിട്ട് പോലും ഡാഡീനെ വന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും വന്നില്ല. ഫ്രണ്ട്സൊക്കെ മാത്രമേ പോയുള്ളൂ. അപ്പൊ ആ മനുഷ്യൻ ആണെങ്കിൽ ജയിലിലോട്ട് പോകുന്ന സമയം വരെ മോക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അവസാനം ഇന്നലെ എന്നോട് ഹസ്ബൻഡ് പറയണായിരുന്നു, ഒരു 850 രൂപ കൂടി എന്നെ ലഭിച്ചിട്ട് പറഞ്ഞു,
ഇത് മോളുടെ പേര് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാൻ ഓർത്തു ഇത്രയും ഇതായിട്ട് പോയിട്ട് മോളൊന്ന് വന്ന് നോക്കി അന്വേഷിക്കൊന്നും ചെയ്തില്ല. എന്നിട്ട് പോലും ഈ മകളോടുള്ള സ്നേഹം കൊണ്ട് സർവ്വതും കയ്യിലിരിക്കുന്ന മുഴുവൻ കൊടുക്കും. പക്ഷെ ആ മനുഷ്യന് ഒരു മനസാക്ഷിക്ക് ഒരു സംതൃപ്തിക്ക് അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ മനുഷ്യനെ ഒരു അവസാനം ഒരു മരണമോ അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം കരുണ കാണിക്കുകയും സംതൃപ്തമായ ഒരു അവസരത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിരപരാധികളായ എത്രയോ മനുഷ്യര് ജയിലറയും. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, നിരപരാധികളായ ഒരുപാട് മനുഷ്യര് ജയിലിലുണ്ട്. അവരുടെയൊക്കെ സഹനങ്ങൾക്കൊക്കെ ഒരു സംതൃപ്തമായ ഒരു അവസരം ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കുന്നില്ല എന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ദൈവത്തിന്റെ തീരുമാനം നടക്കണം. അപ്പോൾ ചില മനുഷ്യരുടെ നിഷ്കളങ്കമായ സഹനങ്ങള് ചിലപ്പോൾ കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദേശങ്ങൾക്ക് വേണ്ടി അല്ലെ രാജ്യങ്ങൾക്ക് വേണ്ടി വലിയ ഒരു കൃപയാക്കി മാറ്റുവാൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാനൊന്നും സാധിക്കില്ല. അപ്പൊ അതെല്ലാം പോട്ടെ. ഇപ്പൊ അതൊരു ഉള്ളൊരു കൊലപാതകം ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ സങ്കടങ്ങൾ ഉണ്ടാവാം. നമ്മളെ സഹായിക്കേണ്ടവര് നമ്മളെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും നമ്മളെ സഹായിച്ച് ചിലവര് പറയില്ലേ, സഹായിച്ചില്ലെങ്കിലും വേണ്ട, വന്നിച്ചില്ലെങ്കിലും വേണ്ട, നിന്ദിക്കരുന്ന് പറഞ്ഞ പോലെ സഹായിച്ചില്ലെങ്കിലും വേണ്ട, ദ്രോഹിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മള് സഹായം നമ്മൾക്ക് കിട്ടേണ്ടവരിൽ നിന്നും നിരന്തരം ദ്രോഹം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരു ജീവിത അസംതൃപ്തി നമ്മളെപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് ഇടയാകും. അപ്പൊ ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോണത്. ഒരു സംതൃപ്തി ഇല്ല. പക്ഷെ ഈശോ പറയുന്നത് എന്താണ്? വചനത്തില് സംതൃപ്തിക്ക് പകരം ദൈവം എന്താണ്? സംതൃപ്തമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം മനുഷ്യരെ കൊണ്ടുപോകും. സങ്കീർത്തനം 91 അവസാന ഭാഗം 16-ാമത്തെ ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഞാനപ്പോ ഒരു കർത്താവെ മരിക്കുമ്പോഴെങ്കിലും ഈ മനുഷ്യനെ ദൈവത്തിന്റെ മുമ്പില് കരുണയോടെ വീണ്ടെടുക്കണം. കാരണം അത്രമാത്രം സഹിക്കുന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ ഞാൻ ആ മനുഷ്യരോട് പറയും, നിങ്ങൾക്ക് ഭ്രാന്താണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടി ലോൺ എടുത്ത് കാശുണ്ടാക്കി മകളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കുറേ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിച്ചു വെച്ചു. ഇപ്പൊ മോക്കാണെങ്കിൽ ടീച്ചറാണ്, ചെറിയ കൊച്ചാണെങ്കിലും ടീച്ചറാണ്, ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പൊ എല്ലാത്തിനെയും അപ്പൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലെ ഓരോ കുടുംബങ്ങളും ഇങ്ങനെ എത്രയോ വിഷമിക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് മാതാപിതാക്കളുടെ വേദന അറിയുന്നില്ല. എന്നാൽ ആ മാതാപിതാക്കൾ മക്കളെ ഇങ്ങനെ പോറ്റി ശരീരവും മനസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെന്താ? അവരുടെ ഒരു സംതൃപ്തി, അവരുടെ ഒരു മനസാക്ഷിയുടെ മേഖലകളിൽ അവർ കൊടുക്കുന്ന ഒരു അതായത് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം, എനിക്ക് സാധിക്കുന്ന അത്രയും അവരെ സഹായിക്കണം. അത് അവരുടെ ഒരു സംതൃപ്തമായ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വേദനയാണെങ്കിൽ അവരത് സഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ ഒരു സംതൃപ്തമായൊരു ജീവിതത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെക്കുന്ന ആ നാളുകളില് ദൈവം കരുണ കാണിക്കും. അപ്പോ നമ്മളിവിടെ ഞാനിപ്പോ കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് ചെറിയ കാര്യം ചെയ്താലും ഉടനെ നമ്മൾ അതിൽ നിന്നും ഒരു സ്നേഹമോ അംഗീകാരമോ ബഹുമാനമോ അഭിമാനമോ ഒന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട. കാരണം അത് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മൾ ഈ ലൈഫിൽ എത്ര കഷ്ടപ്പെട്ട് നന്മ ചെയ്താലും അതിന് കിട്ടുന്നത് ഏറ്റവും വലിയ വേദനയായിരിക്കും. ഈശോയെ തന്നെ നോക്കുക, പരിശുദ്ധമയെ നോക്കുക, സകല വിശുദ്ധരെ നോക്കുക. ഈ ഒരു വഴി കൂടി തന്നെയാണ് എല്ലാവരും പോയേക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. ഈശോയെ സ്നേഹിച്ചു വരുമ്പോ, സ്വർഗത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. ഇടുങ്ങിയതും ചെറുതുമായ വഴിയാണ് നമുക്കുള്ളത്. പക്ഷെ അത് വലിയൊരു ദൈവിക അനുഗ്രഹത്തിലേക്കും ദീർഘായുസിലേക്കും മറിയത്തിന് വായിക്കണേ, ജയന്തി വായിക്കട്ടാ. ജയന്തി വായിക്കോ? മേരി ഫിലിപ്പ് വായിക്കും. വായിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ, 56 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം.
മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നൽകുന്ന വചനം പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തിലുള്ള ആ ദൈവീക സമാധാനം, എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തുന്നു. അതായത് നമ്മളിലുള്ള ചില സഹനങ്ങൾ നമ്മൾ എളിമയോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ അധികമൊന്നും പറയാറില്ല. കാരണം ചില സഹനങ്ങൾ വളരെ ചെറുതായിരിക്കും. ഞാന് നമ്മളുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവർ ചെയ്യാതിരിക്കുമ്പോ ഭയങ്കര സങ്കടവും വിഷമവുമായിട്ട് പിന്നെ മിണ്ടാതിരിക്കുമ്പോഴേക്കും അവർ തന്നെ ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി പറയിപ്പിക്കാനായിട്ട് ഇടവരാതെ അവര് തന്നെ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ മൗനത്തിൽ കൂടി അവർക്ക് അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സ്വതന്ത്രമായി അനുസരണം എന്ന ഒരു അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ നമ്മളുടെ എടുത്തുചാട്ടമില്ലാത്ത ഒരു സ്വഭാവം വഴി അവർക്ക് അത് അനുഗ്രഹമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മള് സൈലന്റ് ആവുമ്പോ അവരെന്ത് ചെയ്യും? അവരത് ആക്റ്റീവ് ആവും. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മക്കളാണെങ്കിൽ ഇരട്ടി ദേഷ്യവും കാണിക്കുകയും ചെയ്യാതെ തുള്ളി മറിഞ്ഞ് അങ്ങോട്ട് പോകും. പക്ഷെ ചില സമയത്ത് നമ്മൾ ശാന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അവർ ചെയ്യാതെ പോയാലും പിന്നെ തിരിച്ചുടനെ വന്നത് ചെയ്തിട്ട് പോകാനുള്ള കാരണം അവരുടെ ഒരു മനസാക്ഷി അവരെ അതിനെ അനുവദിക്കും. അപ്പോ എന്താന്ന് വെച്ചാല് നമ്മളുടെ ആ എളിമ അവരുടെ മുമ്പിൽ പോയി, അതായത് നമ്മളുടെ ചെറുതാണവര്, അവര് അനുസരിക്കേണ്ടതാണ്, നമ്മളെ അവര് ബഹുമാനിക്കേണ്ടതാണ്, നമ്മളെ അവര് സ്നേഹിക്കേണ്ടതാണ്. പക്ഷെ അവര് തരാത്ത സംഭവം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്താണ് അവിടെ ഒരു എളിമയുടെ സ്നേഹം നമ്മൾ അറിയാതെ അവരിലേക്ക് ഒഴുകുന്നുണ്ട്. ഉണ്ടോ? അതെ അതെ. അതായത് അത് നമ്മളിതിപ്പോ പറഞ്ഞറിയിക്കുക എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഇതെല്ലാം ഒരു അനുഭവമാണല്ലോ. നമ്മള് ഈശോ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് വളരെയധികം വേദനയില് എന്താണ് അപമാനിക്കപ്പെട്ട അവസ്ഥയില് ചുമന്ന ചെങ്കുപ്പായം അണിയിച്ച് വിവസ്ത്രധാരണാക്കിയെന്ന ഒരു ഞാങ്ങണയും കൊടുത്ത് നിർത്തി കഴിയുമ്പോഴേക്കും പിലാത്തോസ് ആണല്ലോ അവിടുത്തെ അധികാരി. അപ്പോ സ്വർഗത്തിൽ നിന്നും ദൈവം നിന്നെ അനുവദിച്ചത് കൊണ്ടാണ് ഇപ്പോ നീ എന്റെ അധികാരി ആയിരിക്കുന്നതെന്ന് പോലും ഈശോടെ പറയുന്നത്. യഥാർത്ഥത്തിൽ അധികാരി പിലാത്തോസിന്റെ അധികാരി ആരായിരുന്നു? അന്നേരവും യേശു തന്നെയായിരുന്നു, അല്ലെ? അതെ. ദൈവം അവിടെ പിലാത്തോസിന്റെ മുമ്പിലും ആ സഹനത്തിന്റെ വേദനയിലും എളിമയോടുകൂടെ ഐക്യപ്പെട്ട് നിന്നു. ഈ ഐക്യപ്പെടല് പിലാത്തോസിന് കൂടുതൽ ഭയം ഉണ്ടാക്കുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നല്ലേ? ഭയങ്കര ഭയം ഉണ്ടാക്കി. അപ്പോ നമ്മളുടെ ഈ കുഞ്ഞു കുഞ്ഞു എളിമകള്, നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഈ സഹനങ്ങള് സ്വീകരിക്കുന്ന വഴി വലിയ വലിയ ചിലപ്പോ ചില അപമാനങ്ങളുടെ മുമ്പിൽ നമ്മള് ചില കൂട്ടത്തിന്റെ ചില മനുഷ്യര് സമൂഹത്തിൽ ഇപ്പൊ ചില വീട്ടുകാര് എല്ലാവരും വിളിക്കും, ചില ഒരു വീട്ടുകാരെ മാറ്റി നിർത്തും. അപ്പൊ അവരനുഭവിക്കുന്ന വേദന ചിലപ്പോ എല്ലാ വ്യക്തികളും ചേർത്ത് നിർത്തും. ഒരു വ്യക്തിയോട് ഒരു വിരോധം ഉണ്ടെങ്കിൽ അതെല്ലാം അവിടുത്തുള്ളൊരു സംഭവവും. പക്ഷെ ആ മനുഷ്യന്റെ ഹൃദയവേദന ആ വ്യക്തിക്കും ദൈവത്തിനും അറിയാം. പക്ഷെ ആ വേദനയിൽ പോലും വളരെ ഞാൻ എനിക്കുണ്ടായൊരു എന്റെ അപ്പച്ചൻ അപ്പച്ചന്റെ അനിയനായിട്ട് വഴക്കൊന്നുമില്ല. പക്ഷെ അപ്പച്ചന്റെ അനിയൻ
അപ്പച്ചനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ അപ്പച്ചന്റെ അനിയന്റെ മുമ്പില് വളരെ നിസ്സാരക്കാരനായിട്ട്, ആ ചേട്ടൻ ആണല്ലോ മൂത്തത്, അനിയൻ അതുപോലെ ഇത്തിരി കൂടി റെസ്പെക്ട് കൊടുക്കണ്ട, പക്ഷെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ വളരെ മോശമായി സംസാരിച്ചാലും ഈ അപ്പൻ, ഞാൻ എപ്പോഴും അപ്പൻ എന്തിനാ അങ്ങനെ അവിടെ പോയി അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യുന്നത്, അപ്പനെ നാണം കെടുത്തുന്നില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ പിന്നെയും പോണത്, പിന്നെ പക്ഷെ അതൊന്നും അപ്പന് അങ്ങനെ ഒരു വിഷമോ വേദനയോ ഒന്നുമല്ല. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല ഇത് ഇത്ര എളിമപ്പെടാനായിട്ട് എങ്ങനെ കഴിയുന്നെന്നും. കാരണം എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. കാരണം നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ മുമ്പിൽ പോയി നിൽക്കുക എന്നല്ല, അങ്ങോട്ട് പോകാന് പരമാവധി ശ്രമിക്കാനായിട്ട്, അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കും. പക്ഷെ ചില വ്യക്തികൾ അങ്ങനെയാ, നമ്മൾക്ക് നിർണ്ണയിക്കാനോ വിചാരിക്കാനോ പറ്റാത്ത മാത്രം എളിമ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ അത് അവർക്കൊരു അനുഗ്രഹമാണ്, എന്നും അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് നമുക്ക് ദൈവീക അനുഗ്രഹത്തിന്റെ ഒരു കൃപയാണ് ചില മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ താഴാനായിട്ട്, എളിമപ്പെടാനായിട്ട്. ഞാനിപ്പോ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയം വന്നിട്ടുണ്ട്. ഞാൻ പാടാനുള്ള മേഖലകളിൽ എന്നേക്കാൾ വളരെ കുഞ്ഞു പിള്ളേരെ മുമ്പിൽ ഞാൻ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു, അതായത് എളിമ എന്ന് പറയുന്നത് മനുഷ്യൻ എത്രത്തോളം അതിൽ വളരുന്നു അത്രത്തോളം നമ്മൾ ദൈവത്തിന്റെ കൃപയുമായിട്ട് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി അത് നമുക്ക് ആക്കുക, പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് അത് നമ്മളെ കൊണ്ട്, അതായത് സ്വന്തമായിട്ടൊരു അധ്വാനം നമുക്ക് അതില് വിജയിക്കില്ല. പക്ഷെ ദൈവം അതിനു വേണ്ടി കൃപ തരണം. അതാണ് പരിശുദ്ധമായ എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ദൈവത്തിന് ഉയർത്താനായിട്ട് എന്താണ് വലിയ വലിയ അധ്വാനമൊന്നും വേണം. നമ്മൾ വിചാരിക്കും നമ്മൾ കുറെ പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ ഉയർത്തും, കുറെ ബൈബിൾ വായിച്ച് നമ്മളെ ദൈവം ഉയർത്തും. ഒരിക്കലും അങ്ങനെ ഉയർത്തില്ല കേട്ടോ. നമ്മൾ എത്ര കൊന്ത ചെല്ലിയാലും ദൈവം ഉയർത്തും. എപ്പോഴും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയിലായിരുന്നു ദൈവം നമ്മളെ ഉയർത്തും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഇതെല്ലാം വേണം. പക്ഷെ ഹൃദയത്തിൽ ദുഷ്ടതയും കുഷ്ടവും ഒക്കെ പിടിച്ചിരുന്നിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വെടിപ്പാണോ എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന് പ്രധാനമായ കാര്യം. ഇന്ന് യേശു നൽകുന്ന തിരുവചന ഭാഗം 1 ദിനവൃത്താന്തം 16:11. നിരന്തരം ദൈവത്തിന്റെ സാന്നിധ്യം തേടുവിൻ. ദൈവത്തിന്റെ സാന്നിധ്യം തേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഒരു ദൈവ വിചാരം നമ്മളെ എപ്പോഴും വലയം ചെയ്യണം, അല്ലേ? നമുക്ക് ദൈവ വിചാരം ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഇന്നലെ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, അവൻ സ്കൂളിൽ നിന്ന് ചില ദിവസങ്ങളിൽ സൈക്കിളിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇത്തിരി ദൂരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ സൈക്കിളിൽ ഇങ്ങനെ പോകണ്ട, കാരണം സൈക്കിളിൽ നീ പോകണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്നുള്ള, കാരണം എറണാകുളം സൈഡിൽ കൂടിയാണ് വരണത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, നല്ല വെയിലുമാണ്. അപ്പൊ അതുകൊണ്ട് നീ അപ്പൊ അവന് കുറച്ചു ദിവസം പോയപ്പോ അവന് മനസ്സിലായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവൻ ഇന്നലെ കിടക്കാൻ നേരത്തെ അവൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അമ്മേ ഒരു ദിവസം ഞങ്ങളുടെ സാറ് പറഞ്ഞാണ്, വഴിയിൽ വെച്ച് ഒരു കൊച്ചിങ്ങനെ സൈക്കിള് ചവിട്ടി പോണായിരുന്നു. അപ്പൊ ഒരു ആള് വന്നിട്ട് സൈക്കിള് കാലുകൊണ്ട് തട്ടിയിട്ടിട്ട് ആ കൊച്ചിനെ കുത്തി കൊന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായിരുന്നു സംഭവം എന്ന്. അപ്പം പറഞ്ഞു, ഈ മനുഷ്യ കുത്തിയ ആള് മയക്കുമരുന്നിന്റെ അടിമയായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചത് കൊണ്ട്, അങ്ങനെ ഈ മയക്കുമരുന്നിന്റെ അടിമയായതുകൊണ്ട് ഈ മനുഷ്യൻ, ഈ കൊച്ചു ചത്തു. ഈ ഇത്രയും കുത്തുകൊണ്ട് ഈ പാവം കുഞ്ഞ് മരിച്ചു. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ ഈ മയക്കുമരുന്നിന്റെ എഫക്റ്റ് മൂലം ആ മനുഷ്യന്റെ ആ പകയോ ആ ദുഷ്ടാത്മാവ് മതിയാകുന്നില്ല. അത്രമാത്രം ഭീകരത ആ കുഞ്ഞിനോട് കാണിച്ചു. നമുക്കൊന്നും അത് അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാ പറഞ്ഞത്, നമ്മൾ പോകുന്ന വഴി വളരെ ഡേഞ്ചറാണ്. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുരിശ് വരച്ചിട്ട് പോകണം, വചനം എടുത്തിട്ട് പോകണം. ഇത് നമ്മളെ തിരിച്ചു വന്നത് വരെ നമ്മളെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരും. നമ്മള് ഇപ്പൊ ഇതൊന്നും അല്ല, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും തട്ടും മുട്ടോ ഇടിയോ ഒന്നും കൊള്ളാതെ ദൈവം നമ്മളെ സഹായിക്കും. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞപ്പോ അവന് മനസ്സിലായി. അപ്പം നമ്മള് എന്താ പറയേണ്ടത്? എപ്പോഴും ദൈവത്തിന്റെ സഹായം തേടും. അപ്പൊ നമുക്ക് എപ്പോഴും ബൈബിളും വായിച്ചിരിക്കാനോ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല. എവിടെ വേണം നമുക്ക്
ചിന്ത? നമ്മുടെ ഹൃദയത്തില് ദൈവത്തെ കുറിച്ചുള്ള നമ്മള് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തില് ദൈവികമായ ഒരു ചിന്ത എപ്പോഴും നമ്മളെ വലയം ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ദൈവവിചാരത്തോടെ അല്ല നമ്മള് ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും നടക്കുന്നതും എന്ന് ആർക്കറിയാം? പിശാചിനും അറിയാം, അല്ലെ? അതെ 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 ദൈവത്തിന് മാത്രമല്ല, നമ്മുടെ ചിന്ത എന്ത് ഉദ്ദേശത്തോടെയാണ്, നമ്മുടെ നടപ്പ്, ഇരിപ്പ്, സംസാരം എല്ലാം പിശാചിനും അറിയാം. നമ്മുടെ കൂടെ ദൈവം മാത്രമല്ല നടക്കുന്നത്, പിശാചിനും അനുവാദമുണ്ട്. കാരണം നമ്മൾ എപ്പോഴാണ് നമ്മുടെ നാവ്, നമ്മുടെ ചിന്ത, നമ്മുടെ ഹൃദയം പാപത്തിലേക്ക് വീഴുന്നതെന്ന് അറിയില്ല. നമ്മൾ പോകുന്ന വഴി ഏതെല്ലാം പാപത്തിന്റെ പ്രലോഭനങ്ങൾ നൽകാമോ അത് മുഴുവനും നമുക്ക് തരും, ഇല്ല? ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴി എന്തെല്ലാം മോശമായ കാര്യങ്ങൾ, വാർത്തകള്, പോസ്റ്ററുകൾ കാണുന്നു. അപ്പൊ നമ്മുടെ കണ്ണങ്ങോട് പോകും, മോശമായ അതെ എന്തെല്ലാം കാണുന്നു. അപ്പോ ഇത് നമ്മളെ ദൈവവിചാരമുള്ള ഒരു വ്യക്തിയാണ്, ദൈവമേ ഇവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇല്ലെങ്കിലോ, അതെ ദൈവവിചാരമില്ലാത്ത വ്യക്തിയാണെങ്കിലോ, ആ കാണുന്ന മോശമായതിനെ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങി. ഈ ആസ്വാദനം നമുക്ക് ആത്മാവിന്റെ മേല് പിശാചിന് ഭയങ്കരമായി സന്തോഷിക്കാൻ, അവൻ നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിന്റെ അന്വേഷണം നമുക്ക് ഒരിക്കലും മരണം വരെ നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യണം. കർത്താവിനെ അന്വേഷിക്കുന്ന, ഇന്ന് ഞാനൊരു കാര്യത്തിന് വേണ്ടി, എൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടി കർത്താവിനെ അന്വേഷിച്ച് എൻ്റെ പള്ളികൾ കയറി ഇറങ്ങി എൻ്റെ കാര്യം നടന്നു, പിന്നെ അത്യാവശ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞാല് വളരെ എളുപ്പമാണ് പിശാച് നമ്മളെ തട്ടി വീഴ്ത്താൻ, അല്ലേ? അതെ അപ്പൊ അതെ എന്താണ് ഇവിടെ പറയുന്നത്? എന്താ? നിരന്തരം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്ന സമയം വരെ, ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കർത്താവെ, ഈ ഉറക്കം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. അവിടെയും നമ്മൾ പറയണം. കാരണം നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുമ്പോൾ ആത്മാവ് റെസ്റ്റ് അല്ല, ആത്മാവ് ദൈവവുമായിട്ടൊരു കൊളുത്തിട്ടിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ. അതുകൊണ്ടാണ് കുരിശ് വരച്ചിട്ട് എഴുന്നേക്കാനും ഉറങ്ങാനും പറയുന്നത്. കാരണം കുരിശ് നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ഒരു മുദ്രയാണ്, അല്ലെ? അപ്പൊ എന്ത് അതെ ചെയ്ത്, ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് ഇതൊന്നും അറിവില്ല, ബാധകമല്ല, ഇതൊരു പ്രശ്നമേ അല്ലാത്തൊരു കാര്യമായി അവര് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് എന്താണ്, കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് കുരിശ് വരക്കുന്നത്, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കുരിശ് വരക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് എന്താണ്, ഈ സംരക്ഷണം ദൈവം നിരന്തരം നമുക്കൊരു സംരക്ഷണം. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, നീ പോകുന്ന വഴിക്ക് എനിക്ക് നിന്നെ വന്ന് സഹായിക്കാനോ സംരക്ഷിക്കുവാനോ നിന്നെ ഏതെങ്കിലും തരത്തില് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ, നീ ദൈവത്തിലുള്ള ആശ്രയത്വം വഴി നിന്നെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാണെന്ന് നീ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നീ കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്, അതുപോലെ വചനം എടുത്ത് വായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത്. അപ്പോ ആ ഒരു വിശ്വസ്തമായ സ്നേഹം, നീ എവിടെയാണോ പോകുന്നത്, പോയി വരുന്നത് വരെ നിന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല, ദൈവത്തിനുള്ളതാണ്, അല്ലെ? നമ്മൾ ആരും ദൈവത്തിന്റെ റോൾ എടുക്കരുത്. കാരണം നമുക്ക് മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ല, ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിനും, സീസറിന് കൊടുക്കാനുള്ള സീസറിനും, ദൈവത്തിന് മക്കളെ കൊടുത്തു പഠിക്കുമ്പോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം മക്കൾക്ക് അറിവോടുകൂടെ അനുഭവത്തോടുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിതത്തിൽ ഒക്കെ. ഞാനിപ്പോ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിലെ എനിക്കൊന്നും ഇതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എനിക്കാരും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ദൈവകൃപയാൽ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചാല് അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്തെല്ലാം. അപ്പോഴാണ് അവൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം കുറച്ചാൾക്ക് മുമ്പ് അവൻ സൈക്കിൾ എടുത്ത് ബസ് ഇങ്ങനെ വഴി കൂടി പോണായിരുന്നു. അപ്പോ ബസ്സിൽ ആളുകളൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാകണം. അപ്പൊ ഇവൻ നോക്കിയപ്പോഴേക്കും ഇവന്റെ സൈക്കിള് ബസ്സിൽ ഇടിച്ചെന്ന് വിചാരിച്ചിട്ട് ബസ്സിലിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഒരു ടൂ വീലർകാരനും ഇടയിൽ കൂടി വണ്ടി എടുത്തു പോയി. അപ്പൊ ഈ ടൂ വീലർ എടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ല. അപ്പൊ അതില് വന്ന ഇതില് സൈക്കിള് ബസ്സിന്റെ അടിയിൽ പോയി എന്നുള്ള വിചാരിച്ചാണ്. ബസ്സിലിരിക്കുന്ന ആൾക്കാർ കൊച്ചിനെ കണ്ടായിരുന്നു, എന്റെ മോനെ കണ്ടായിരുന്നു. അപ്പൊ
പക്ഷെ അവന് ഒരു പരിക്കും ആയിട്ടില്ല. അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോ ബസ്സിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാക്കണം. അപ്പൊ എന്താണെന്ന് നോക്കിയപ്പോഴും ഞാൻ ബസ് ഇടിച്ചെന്ന് വിചാരിച്ചിട്ട് അവര് ഒച്ച ഉണ്ടാക്കിയതാണ് എന്ന്. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കണ്ടോ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട്, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം, പൂർണ്ണമായ ഉത്തരവാദിത്തം ദൈവത്തിന്. അപ്പോ നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടില്ല. ഇപ്പൊ നമ്മള് ദൈവത്തിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പിശാചിനും അറിയാം, ദൈവത്തിനും അറിയാം. നമ്മൾ ദൈവത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പിശാചിനും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിന് ദൈവം ഒരിക്കലും വിശ്രമം കൊള്ളില്ല. അപ്പോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാത്തപ്പോഴാണ് നമുക്ക് അപകടങ്ങൾ പടിപടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും അപകടങ്ങൾ വരാൻ പാടില്ലെന്നില്ല. എങ്കിലും അതിനെ അതിജീവിക്കുവാൻ ദൈവം തന്റെ കരുണയാല് വലിയ ഒരു കരുത്തുറ്റ കരം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തും. ഞാൻ പലപ്പോഴും ഇങ്ങനെ മുടിയഴക്കാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നേക്കണം. അപ്പൊ അത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു സഹായവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു സഹായം ഒരു കൈ കൊണ്ടോ കരുത്ത് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒരു മനുഷ്യന് കൈനീട്ടി ഒന്നും സഹായിക്കാനില്ല. അപ്പൊ കർത്താവിനെ ആശ്രയിക്കും ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം ഈ സകലത്തിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞൊരു മനുഷ്യാത്മാവിന് അത്രമാത്രം പൂർണ്ണമായ ഒരു സഹായം വേറെ എവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തി നിരന്തരം ആശ്രയിക്കുവിൻ, അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അതായത് നമ്മളിപ്പോ എവിടെ പോയാലും നമുക്ക് ദൈവമേ എന്നൊരു ചിന്ത നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ പിശാചിനറിയോ അവളെ അടുത്തോട്ട് ചെന്നത് കാര്യമില്ല. കാരണം അവനെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് ദൈവാത്മാവാണെന്ന് പിശാചിനറിയാം. അപ്പോ ഇതാണ് നമ്മളിലുള്ള ആ ഒരു വിശ്വാസ വളർച്ചയ്ക്കും ഒരു ഉയർച്ചയ്ക്കും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് നമ്മളെല്ലാവരും പല വിധത്തിൽ പാപം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മള് പലതിൽ നിന്നും മുടിനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് നമ്മളിലുള്ള ഒരു 2% ദൈവാശ്രയെങ്കിലും മതി പൂർണ്ണമായ ദൈവത്തെ ആ സഹായം, പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാനായിട്ട് ഇടയാകുന്നത്. നമ്മൾ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നെങ്കിലോ ദൈവത്തിന്റെ മുമ്പിൽ അത്ഭുതകരമായ ഒരു അടയാളമായി നമുക്ക് നിൽക്കാം, അല്ലെ? അപ്പം പലപ്പോഴും പലപ്പോഴും എനിക്ക് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ആക്സിഡന്റ് ഫീൽ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, പിശാചിനെ ഞങ്ങൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പദ്ധതികളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ. അപ്പൊ ഞാൻ കർത്താവിനോട് പറയും, കർത്താവെ, അങ്ങറിയാതെ എനിക്കൊരു അപകടം പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് അപകടം പറ്റിയ കർത്താവിന്റെ ഉത്തരവാദിത്വം. എനിക്ക് അപകടം പറ്റിയപ്പോ ചത്തുപോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എനിക്ക് ഇപ്പോഴും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആര് പൂർത്തിയാക്കും? ഞാൻ തന്നെ പൂർത്തീകരിക്കണമെങ്കിൽ എനിക്ക് ആയുസ്സും ആരോഗ്യം തരണം എന്ന് പറഞ്ഞ് നമ്മള് കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ സ്വയം ഒന്നും അല്ലാത്ത വ്യക്തിയായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ കർത്താവിന് ഭയങ്കര സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട്. അപ്പോ നമ്മൾ അറിയാതെ ഒരു വലയം നമ്മളെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാല് ദൈവത്തിനെ എപ്പോഴും വിളിച്ചു നടക്കുന്നതുകൊണ്ടാണ്. ഞാനിപ്പോ എവിടെയെങ്കിലും പോയാൽ കയ്യിൽ നിന്ന് കൊന്ത മാറ്റി കഴിഞ്ഞാൽ എന്തോ ഒരു മനക്ലേശം. കയ്യിൽ കൊന്ത വെറുതെ പിടിച്ചാൽ മതി, ഭയങ്കര ഒരു ബലമാണ്. അപ്പം നമ്മള് ചെയ്യുന്ന ഓരോ ദൈവീക ചിന്തയോടുകൂടെയാണല്ലോ നമ്മൾ ഓരോ കാര്യം ഉപയോഗിക്കുന്നത്. അപ്പോ ഓരോ വെപ്പണാണ് നമ്മൾ കുരിശ് വരക്കുന്നത്, ജപമാല ഉപയോഗിക്കുന്നത്, വെന്തീഞ്ഞിടുന്നത്, എല്ലാം നമുക്ക് പ്രൊട്ടക്ഷൻ വെപ്പണാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പിശാചിനെ നമ്മൾ ഉരുട്ടിയിടാൻ എളുപ്പം. അപ്പോ ഇപ്പൊ നമ്മളുടെ മക്കളൊക്കെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ ഒരു വേര് അതിലെ കൂടി ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല അപകടങ്ങളിൽ നമ്മുടെ മക്കളെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നത്. ഇതൊന്നും അറിയാതെ എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ നശിക്കുന്നു. നമുക്കത് കണ്ട് വേദനിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട്. അപ്പോൾ അവിടെ എല്ലാ മക്കളും സ്രഷ്ടാവായ ദൈവത്തെ ഓർക്കാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേക അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ